എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ലേണേഴ്സ് ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഓൺ ഡിസ്കൗണ്ട്, അതേപോലെ അണ്ടർ സബ്സ്ക്രിപ്ഷന്റെ കേസ് എങ്ങനെയാണ്, അതേപോലെ ഇഷ്യൂ ഓഫ് 2 ക്ലാസസ് ഓഫ് ഷെയർസ്, അതായത് അറ്റ് എ ടൈം ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഒരുമിച്ച് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പനി അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് എത്ര തരത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? ഇഷ്യൂ അറ്റ് പാർ ഉണ്ട്, ഇഷ്യൂ അറ്റ് പ്രീമിയം ഉണ്ട്, അതേപോലെ തന്നെ ഇഷ്യൂ ഷെയർസ് ഓൺ ഡിസ്കൗണ്ടും ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇഷ്യൂ ഷെയർസ് ഓൺ പാറും ഇഷ്യൂ ഷെയർസ് ഓൺ പ്രീമിയവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്. ഇനി വരുന്ന മൂന്നാമത്തെ കേസാണ് ഇഷ്യൂ ഷെയർസ് ഓൺ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഉള്ള വിലയിനേക്കാളും കുറച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അത് ഡിസ്കൗണ്ട് കിട്ടുന്ന ആൾക്ക് ലാഭവും ഡിസ്കൗണ്ട് കൊടുക്കുന്ന ആൾക്ക് എന്തുമാണ്? എക്സ്പെൻസും ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതുവരേക്കും ഡിസ്കൗണ്ടിനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു 10 രൂപ ഷെയർ നമ്മൾ 9 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ആ 1 രൂപയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മുടെ ഫേസ് വാല്യൂ അഥവാ നോമിനൽ വാല്യൂ, ഓക്കെ, ഫേസ് വാല്യൂ അഥവാ നോമിനൽ വാല്യൂവിനെക്കാട്ടിലും കുറച്ച് നമ്മൾ, അല്ലെങ്കിൽ അതിനേക്കാളും വില കുറച്ച് നമ്മൾ വിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, 10 രൂപയുടെ ഷെയർ നമ്മൾ 9 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ ആ 1 രൂപയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലോസ് ആണ്. ശ്രദ്ധിച്ചോളണം, എക്സ്പെൻസ് അല്ല, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ലോസ്. കാരണം എന്താ? ഈ എമൗണ്ട് നമ്മൾ എന്തിലോട്ട് മാറ്റുന്ന എമൗണ്ട് ആണ്? ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുന്ന എമൗണ്ട് ആണ് ഈ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെ? ഷെയർ ക്യാപിറ്റലിലേക്ക് വരുന്ന എമൗണ്ട് ആണ് ഈ നോമിനൽ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൽ കുറവുണ്ടാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സ്പെൻസ് അല്ല, അതിനെ നമ്മൾ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എങ്ങോട്ട് ഡെബിറ്റ് ചെയ്യുന്നു? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. ഇത് എന്തിന്റെ ഓപ്പോസിറ്റാ? ഷെയർ പ്രീമിയത്തിന്റെ ഓപ്പോസിറ്റാ. കാരണം ഷെയർ പ്രീമിയം നമുക്ക് ഇൻകം ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് ചെയ്തു, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഏതിലോട്ട് ഡെബിറ്റ് ചെയ്യുന്നു? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് എന്ന് പറയുന്ന വേറൊരു അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും നമ്മളൊരു പ്രത്യേക കണ്ടീഷൻ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സെക്ഷൻ 53 ഓഫ് കമ്പനീസ് ആക്ട് 2013. കേട്ടോ, എ കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആണ്. അതായത് എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ആ പേര് തന്നെ ഉണ്ട്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ആരാണോ കമ്പനിക്ക് വേണ്ടിയിട്ട് സ്വെറ്റ് ചെയ്യുന്നത്? എംപ്ലോയീസും ഡയറക്ടേഴ്സും. ഓക്കെ, അവർക്ക് കൊടുക്കുന്ന പ്രത്യേകം ഷെയറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നിന്നും നമ്മൾ മുഴുവൻ നോമിനൽ വാല്യൂ വാങ്ങിക്കുന്നില്ല, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഈ ഒരു കേസിൽ മാത്രമാണ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 53 പ്രകാരം നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. ബാക്കി എല്ലാ കേസിലും നമുക്ക് ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി എപ്പോഴൊക്കെയാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ രാജ്യത്ത് പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. താഴെ പറയുന്ന ഈ 5 കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഏത് സെക്ഷനാണ്? 53 ആയിരുന്നു. അതിൽ തന്നെ സെക്ഷൻ 2 അണ്ടർ സെക്ഷൻ 88 നമ്മൾ എന്ത് പറയുന്നത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിന്റെ സമയത്ത് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇഷ്യൂ ഷെയർസ് ടു ക്രെഡിറ്റേഴ്സ്. നോക്കൂ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളാണ്, അല്ലെ? അവരുടെ പൈസയ്ക്ക് പകരം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ക്യാഷിന് പകരം തത്തുല്യമായിട്ടുള്ള ഷെയർസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? ഡിസ്കൗണ്ടിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ഡെപ്റ്റ് പേ ചെയ്യാനുണ്ട്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്യാപിറ്റലിലോട്ട് അവരെ ക്ഷണിക്കുകയാണ്, അതായത് നമ്മൾ അവർക്ക് ഷെയർ കൊടുക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം ആ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറും കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 53 അണ്ടർ സെക്ഷൻ 2A ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻ എനി കേസ് നമ്മൾ ക്രെഡിറ്റേഴ്സിന്
ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ എന്താണ് റൈറ്റ് ഇഷ്യൂ? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വരികയാണ്, നമ്മുടെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഈ റൈറ്റ് ഇഷ്യൂ സ്വാഭാവികമായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് കൂടുതലും ഇഷ്യൂ ചെയ്യാറുള്ളത്. അന്നേരം ഓൾറെഡി അവർ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടിന് നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അണ്ടർ ഏത് സെക്ഷൻ? സെക്ഷൻ 62 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അപ്പൊ ഈ ഹെഡിങ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടെ തന്നെ സെക്ഷൻസും കൂടെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേം ആയിരിക്കും ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണെന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ആ ടൈമിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോഴും കമ്പനിക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ഈസ് അലൗഡ് ടു ഓഫർ എ മാക്സിമം ഡിസ്കൗണ്ട് ഓഫ് 10% ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി. കേട്ടോ, എംപ്ലോയീസിനും അതേപോലെ തന്നെ റീറ്റെയിൽ ഇൻഡിവിജ്വൽസിനും മാത്രം IPO ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കാം? ഡിസ്കൗണ്ടിന് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിന്റെ സെക്ഷൻ ഇവിടെ പരാമർശിച്ചിട്ടില്ല. എനിവേ, അവസാനത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസാനത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓഫർ ഫോർ സെയിൽ ആണ്. അപ്പൊ എന്താണ് ഓഫർ ഫോർ സെയിൽ? നമ്മുടെ പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, കമൻസ്മെന്റിന്റെ സമയത്ത് നമ്മുടെ കമ്പനി ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രൊമോട്ടേഴ്സ്. ആ പ്രൊമോട്ടേഴ്സിന് നമ്മൾ ഒരു ഭാഗം ഷെയർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഡൈല്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ആയിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ സെയിൽ ആയിട്ട് ഓഫർ ചെയ്യുമ്പോൾ അന്നേരം നമ്മൾ വിളിക്കുന്ന ടേം ആണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലുള്ള ആ ഹോൾഡിങ്സിനെ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അപ്പൊ സെബി ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു കമ്പനിക്ക് ഓഫർ ഫോർ സെയിൽ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം? അതിന്റെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്കൗണ്ടിന് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ 5 കേസസ് ആണ് പറഞ്ഞത്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് സെക്ഷൻ ശ്രദ്ധിക്കുക, സെക്ഷൻ 2 അണ്ടർ സെക്ഷൻ 88. ദെൻ രണ്ടാമത്തെ ഇഷ്യൂ ഷെയർസ് ടു ക്രെഡിറ്റേഴ്സ്, സെക്ഷൻ 53 അണ്ടർ സെക്ഷൻ 2A. ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഷെയർ വിൽക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടിന് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ റൈറ്റ് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഫോർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കുന്ന ഷെയർസ് ആണ് റൈറ്റ് ഇഷ്യൂ. പിന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ സമയത്ത് 10% ഡിസ്കൗണ്ട് ആർക്ക് മാത്രം? എംപ്ലോയീസിനും റീറ്റെയിൽ ഇൻഡിവിജ്വൽസിനും മാത്രം. അത് പിന്നെ ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ഓഫർ ഫോർ സെയിൽ, അതായത് പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലുള്ള ഹോൾഡിങ്സിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അതിനും നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രം എന്ത് കൊടുക്കാം? ഡിസ്കൗണ്ടിന് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് ഡിസ്കൗണ്ടിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തെ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. യൂഷ്വലി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ നമ്മൾ പ്രീമിയത്തിനെ പോലെ തന്നെ ഏത് സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത്? അലോട്ട്മെന്റിന്റെ ടൈമിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. കേട്ടോ, അപ്ലിക്കേഷന്റെ സമയത്തോ കോളിന്റെ സമയത്തോ സാധാരണയായിട്ട് നമ്മൾ കാണുന്നതല്ല. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ എന്ന് പറയുന്നത് അലോട്ട്മെന്റിന്റെ സമയത്താണ് കൂടുതലായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്താണ് ജേർണൽ എൻട്രി? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മുടെ യൂഷ്വൽ അലോട്ട്മെന്റിന്റെ എൻട്രി. അതിന്റെ കൂടെ ഇത് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇത് ലോസ് ആയ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞു. സോ ദ എൻട്രി വിൽ ബി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ. എന്തുകൊണ്ട്? അലോട്ട്മെന്റ് മണി വെച്ചിട്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് വിത്ത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ. അതേസമയം ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു വിത്ത് ദ ടോട്ടൽ എമൗണ്ട്. സോ ദിസ് ഇസ് ദ എൻട്രി. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ. സാഗർ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 shares of ₹10 each at a discount of 10% payable as on 2 on application, 3 on allotment, 4 on first and final call. അപ്പൊ നോക്കി നോക്കിയേ, 2 + 3 + 4 എത്രേ വന്നിട്ടുള്ളൂ? 2 + 3 + 4 is 9. Okay, applications were received for 20,000 shares and all these were accept. അപ്പോൾ ഫുൾ നമ്മൾ കൊടുത്ത അത്രയും ഷെയർസും എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലിക്കേഷൻസ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ മണി ഡ്യൂ വാസ് റിസീവ്ഡ്, ഷോ ദ ജേർണൽ ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാ? 10 × 10%. വാട്ട് ഈസ് 10 × 10% എന്ന് പറയുന്നത് 1 rupees ആണ്. കണ്ടോ, അതുകൊണ്ടാണ് ടോട്ടൽ നമുക്ക് എത്ര വന്നിട്ടുള്ളൂ? 9 വന്നിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ജേർണൽ എൻട്രി പോകുന്നത് എന്ന് നോക്കാം. സി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. 2 രൂപയാണ് അപ്ലിക്കേഷൻ മണി എന്ന് നമ്മൾ കണ്ടല്ലോ. സോ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 20,000 × 2
ടോട്ടൽ എത്രയാണ് 40,000 ആണ്. ഓക്കെ. പിന്നെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ വന്ന അപ്ലിക്കേഷൻ മണി നമ്മുടെ ക്യാപിറ്റലിലോട്ട് മാറ്റുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അന്നേരം സെയിം എമൗണ്ട് തന്നെ 40,000 നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. ദെൻ തേർഡ് എൻട്രി എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെന്റിന്റെ എൻട്രി ആണല്ലോ. അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടി ചെയ്യും, ഈ ₹1 ഡിസ്കൗണ്ട് കൂടെ നമ്മൾ ഡെബിറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ഷെയർ അലോട്ട്മെന്റിൽ ₹3 വെച്ചിട്ട് 20,000 into 3 അതാണ് 60,000. പിന്നെ 20,000 into 1 അതാണ് ഡിസ്കൗണ്ട്. ഇതിലെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് 80,000 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് എൻട്രി എന്താ, അലോട്ട്മെന്റ് ഡ്യൂ ആവുമ്പോഴത്തെ എൻട്രി ആണ് ഇത്. ഇനി അലോട്ട്മെന്റ് നമുക്ക് റിസീവ് ചെയ്യുമ്പോഴത്തെ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എഗെയിൻ എത്ര എമൗണ്ട് നമ്മൾ കാണിക്കാവൂ, 80,000 അല്ല, അതിൽ ഡിസ്കൗണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണ്. 60,000 ആണ് അലോട്ട്മെന്റിന്റെ പ്രോപ്പർ മണി. ദാറ്റ് ഈസ് 60,000 നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് കോളത്തിലും കാണിക്കുന്നു. ഓക്കെ. ഇതിനുശേഷം ഇനി വേറെ ഒരു പ്രൊസീജിയറും ബാക്കിയില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്യൂ ആവുന്ന എൻട്രി ആദ്യം എഴുതുന്നു. ദാറ്റ് ഈസ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 80,000. അതിനുശേഷം റിസീവ് ചെയ്യുന്ന എൻട്രി എഴുതുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റിസീവ് ചെയ്യുന്ന എൻട്രി എഴുതുന്നു. ഇതാണ് ഡിസ്കൗണ്ടിന്റെ കേസ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെന്റിന്റെ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ഇന്നത്തെ പ്രധാന ടോപ്പിക് ആണ് ഇഷ്യൂ ഓഫ് 2 ക്ലാസസ് ഓഫ് ഷെയർസ്. എന്താണ് 2 ക്ലാസസ്? അതായത് രണ്ട് വ്യത്യസ്ത തരം ഷെയർസ്. അപ്പൊ ഏതൊക്കെയാണത്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഒരേ സമയം ഒരു കമ്പനി ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുന്നത്, are written separately for each type of share capital. നമുക്ക് എല്ലാം കൂടെ കൂട്ടി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കാണിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. കാരണം രണ്ടിനും ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആണ് ഉള്ളത് അല്ലേ. ഇൻ ഓർഡർ ടു ഡിസ്റ്റിംഗ്വിഷ് വൺ ടൈപ്പ് ഓഫ് ഷെയർ ഫ്രം ദി അതർ, ദ നെയിം ഓഫ് ദ ഷെയർ. അതായത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വെറുതെ എഴുതുന്നതിന് പകരം ഇക്വിറ്റിയുടെ ഭാഗത്തിനെ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും പ്രിഫറൻസിന്റെ ഭാഗത്തിനെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഓഫ് കോഴ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണല്ലോ പ്രിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് കാണിക്കുന്നത്, അതിനുശേഷം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ കാണിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A Limited was registered with an authorized capital of 50 lakhs. ശ്രദ്ധിക്കണം, authorized capital of 50 lakhs divided into 30,000 preference shares of rupees 100 each. Okay, 50 lakhs divided into preference shares of rupees 100 ഈച്ചും അതുപോലെ തന്നെ 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 100 ഈച്ചും. ഓക്കെ. ഔട്ട് ഓഫ് ദീസ് 15,000 പ്രിഫറൻസ് ഷെയർസ് ആൻഡ് 10,000 ഇക്വിറ്റി ഷെയർസ് വർ ഇഷ്യൂഡ് ടു പബ്ലിക്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് നമുക്ക് എന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. രണ്ടാമത് തന്നിരിക്കുന്നതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഏതാണത്, 15,000 ഫ്രം 30,000 പ്രിഫറൻസ് ഷെയർസും 10,000 ഫ്രം 20,000 ഇക്വിറ്റി ഷെയർസും ആണ് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 15,000ഉം 10,000ഉം വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. So these shares were payable as under on application ₹30 preference, ₹30 equity. On allotment 30 preference, 40 equity. On call preference 40, equity 30. Okay. All the shares are paid in full. Past journal entries. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു പ്രിഫറൻസ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത് കേട്ടോ. സോ ബാങ്കിലോട്ട് പ്രിഫറൻസിന്റെ എമൗണ്ട് വന്ന എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്ര രൂപ, 15,000 into 30 കിട്ടുന്നത് എത്രയാ, 4,50,000. ഇത്രയും രൂപ പ്രിഫറൻസ് ഷെയർ ആയിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ആയിട്ട് ബാങ്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ സമയം ഇക്വിറ്റി ആയിട്ട് എത്ര വന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ദാറ്റ് ഈസ് 10,000 into 30, 3 lakh rupees നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ബാങ്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഷെയർ ക്യാപിറ്റലിലോട്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. സോ പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 4,50,000 നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി. അതേപോലെ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3 lakhs നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി. ഓക്കെ ആണോ. ദെൻ അതിനുശേഷം അലോട്ട്മെന്റിന്റെ എൻട്രി ആണ്. അപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന എൻട്രി ആണ്. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഡ്യൂ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4,50,000 അഗെയിൻ കാണിക്കുന്നു. പിന്നെ ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4 lakh നമ്മൾ കാണിക്കുന്നു. കാരണം അലോട്ട്മെന്റിന്റെ എമൗണ്ട് വ്യത്യാസമുണ്ട്, പ്രിഫറൻസ് 30ഉം ഇക്വിറ്റി 40ഉം ആണ്, ശ്രദ്ധിക്കണം. അതിനുശേഷം അലോട്ട്മെന്റ് റിസീവ് ചെയ്യുന്ന എൻട്രി ആണ് നമ്മൾ എഴുതാറ്.
അതും ഇതേപോലെ തന്നെ സെയിം തന്നെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 4,50,000 ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 4 lakh നമ്മൾ എന്ത് ചെയ്തു, റിസീവ് ചെയ്തതായിട്ട് കാണിച്ചു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ഒറ്റ കോളേ ഉള്ളൂ. ദാറ്റ്സ് വൈ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് എഴുതിയിരിക്കുന്നു. അത് ഡ്യൂ ആവുമ്പോഴത്തെ എൻട്രി ആണ്. പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ 6 lakhും ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3 lakhും നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂ ആവുന്ന എൻട്രി കാണിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്ന എൻട്രി കാണിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 6 lakhും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3 lakhും കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സെയിം പ്രൊസീജിയർ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ്ലി നമ്മൾ കാണിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാനുള്ളൂ. എല്ലാ സ്റ്റെപ്പും സെയിം ആണ് കേട്ടോ. അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ആദ്യം അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത്, പിന്നെ അപ്ലിക്കേഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റലിലോട്ട്, ദെൻ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്നത്, അലോട്ട്മെന്റ് റിസീവ് ചെയ്യുന്നത്, ഫൈനൽ കോൾ ഡ്യൂ ആവുന്നത്, ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ നമ്മുടെ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇന്നത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇത്രയും വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് 3 ഡിഫറെന്റ് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർ, പ്രീമിയം, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കൗണ്ടും കൂടെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പഠിച്ചത് അറ്റ് എ ടൈം ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഒരുമിച്ച് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജേണൽ എൻട്രി കാണിക്കുന്നതെന്ന് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇനി പഠിക്കാൻ പോകുന്നതാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എത്രയാണോ ഇഷ്യൂ ചെയ്തത് കമ്പനി അത്ര തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത്ര തന്നെ അപ്ലിക്കേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് കുറവ് അപ്ലിക്കേഷൻസും വരാം, ഇതിന് കൂടുതൽ അപ്ലിക്കേഷൻ, നമ്മൾ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷനും വരാം, കുറവ് അപ്ലിക്കേഷൻസും വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഷ്യൂ ചെയ്തതിനേക്കാൾ കുറവ് അപ്ലിക്കേഷൻ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആ കേസിനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സംടൈംസ് അപ്ലിക്കേഷൻസ് ഫോർ ഷെയർസ് റിസീവ്ഡ് വിൽ ബി ലെസ് ദാൻ ദി നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. കേട്ടോ, അപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയറിനേക്കാളും കുറവായിരിക്കാം. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കി നോക്കൂ, 10,000 ഷെയർ ഇഷ്യൂ ചെയ്ത ഒരു കമ്പനി എത്ര കിട്ടിയിട്ടുള്ളൂ, 8,000 ഷെയറേ വന്നിട്ടുള്ളൂ. ഇറ്റ് ഈസ് എ കേസ് ഓഫ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അത്തരം കേസിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, അലോട്ട്മെന്റ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്. നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് കിട്ടിയ ഇഷ്യൂ ചെയ്തതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസിനുള്ള ഫുൾ എന്താ പറയുക, ഫുൾ എമൗണ്ട് നമ്മൾ എൻട്രിയിൽ കാണിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ എത്രയാണോ സബ്സ്ക്രൈബ് ചെയ്തത് ആ സബ്സ്ക്രൈബ് ചെയ്ത് അത്രയും ഷെയർസിന് അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. സോ എങ്ങനെയായിരിക്കും അതിന്റെ എൻട്രീസ് വരുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ, എൻട്രീസ് എല്ലാം സെയിം ആണ്, എക്സാമ്പിൾ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. A Limited issued 10,000 equity shares of rupees 10 each at a premium of rupees 2 per share, and the money was payable under on application rupees 2, on allotment rupees 5, on first and final call rupees 5 per share. Okay, see, application rupees 2, on allotment rupees 5, എന്തിനാ, including പ്രീമിയത്തിനാണ്. then on first and final call rupees 5 per share. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി, 5 plus 5 plus 2, that is 12. okay, അപ്പൊ 2 രൂപയാണ് എന്ത്, പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 9,000 ഷെയർസ് വർ സബ്സ്ക്രൈബ് ബൈ ദ പബ്ലിക്. 10,000-ല് 9,000 ഷെയർസേ എന്ത് ചെയ്തിട്ടുള്ളൂ, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇനി എമൗണ്ടുകൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കണക്കാക്കാൻ പോകുന്നത് ഈ 9,000 വെച്ചിട്ടായിരിക്കും, 10,000 വെച്ചിട്ടല്ല. അതാണ് ഈ കേസിന്റെ പ്രത്യേകത കേട്ടോ. ബാക്കിയെല്ലാം സെയിം തന്നെ. ഓൾ ദ ഷെയർസ് വർ അലോട്ടഡ് ആൻഡ് ദ മണി ഡ്യൂലി റിസീവ്ഡ് പാസ് ജേണൽ എൻട്രീസ്. അപ്പൊ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. സി, ബാങ്കിലോട്ട് എമൗണ്ട് വരുന്ന എൻട്രി ആണല്ലോ ഫസ്റ്റ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് നമ്മൾ കാണിക്കുന്നുള്ളൂ, 9,000 ഷെയർസിന് 2 രൂപ വെച്ച്. ഓക്കെ, 9,000 ഷെയർസിന് 2 രൂപ വെച്ച് 18,000 റുപ്പീസ് നമുക്ക് കിട്ടുന്നു. പിന്നെ ആ എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റി. ദാറ്റ് ഇസ് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി. അതിനുശേഷം വന്നതാണ് അലോട്ട്മെന്റ്, ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. പ്രീമിയത്തിനാണല്ലോ, അപ്പൊ നമ്മൾ പ്രീമിയം ക്രെഡിറ്റ് ചെയ്യണം. അലോട്ട്മെന്റിന്റെ കൂടെയാണ് പ്രീമിയം ഉള്ളത്. സോ പ്രീമിയത്തിന്റെ എമൗണ്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് 45,000 ആണ്, അത് കാണിച്ചു. അലോട്ട്മെന്റിന്റെ മാത്രം 27,000, സെക്യൂരിറ്റീസ് പ്രീമിയം 18,000. ഓക്കെ, പ്രീമിയം 2 rupees ആണ്. ദെൻ
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അടുത്തത് എന്താ അലോട്ട്മെന്റ് റിസീവ് ചെയ്യുന്ന എൻട്രി. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അലോട്ട്മെന്റിന്റെ ഫുൾ എമൗണ്ട് ദാറ്റ് ഇസ് 45,000 നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിലോട്ട് കിട്ടിയതായിട്ട് കാണിക്കുന്നു. ഓക്കെ, ദെൻ കോൾ ഡ്യൂ ആവുമ്പോഴത്തെ എൻട്രി ആണ് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ എമൗണ്ട് കാണിക്കുന്നു. എഗെയിൻ 5 rupees ആണല്ലോ 45,000. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 45,000. ഞാൻ പറഞ്ഞല്ലോ എൻട്രി എഴുതുന്നതിൽ ഒന്നും തന്നെ വ്യത്യാസമില്ല. നമ്മൾക്ക് എന്ത് മാത്രമാണ് വ്യത്യാസം, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് വ്യത്യാസം വരുന്നത്. 10,000 ഷെയർസ് കൊടുത്തപ്പോൾ 9,000 ഷെയർസ് ആണ് ഓൾറെഡി പബ്ലിക് വാങ്ങിച്ചത് അല്ലെങ്കിൽ വാങ്ങിക്കാൻ തയ്യാറാവുന്നത്. സോ ഈ 9,000 നമ്മൾ എന്ത് ചെയ്യാണ്, അലോട്ട്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ 10,000 നമ്മൾ അവിടെ എടുക്കേണ്ട കാര്യം വരുന്നില്ല. 9,000 വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രോബ്ലം ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇനിയിപ്പോൾ ഡിസ്കൗണ്ടിനാണെങ്കിലും പാറിനാണെങ്കിലും പ്രീമിയത്തിനാണെങ്കിലും എന്താണോ നമ്മൾ എൻട്രി പഠിച്ചത് ആ സെയിം എൻട്രി സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ 3 ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്, അതേപോലെ 2 ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഒരുമിച്ച് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ അണ്ടർ സബ്സ്ക്രിപ്ഷന്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്